ആധുനിക സംവിധാനങ്ങളുമായി പത്തിരിപ്പാല മൗണ്ട് സീന സ്കൂളിന് മുൻവശത്തായി ആൽവ കൺവെൻഷൻ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നു. വിശാലമായ AC ഹാൾ, ഡൈനിങ് ഹാൾ, മിനി ഹാൾ, AC കോട്ടേജ് കോൺഫറൻസ് ഹാൾ, പാർക്കിംഗ് സംവിധാനം എന്നിവ അടക്കമാണ് ആൽവ സെന്റർ ഒരുങ്ങുന്നത്. ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ 85388988 6282392728. എല്ലാ ACV പ്രേക്ഷകർക്കും വനിതാ ദിനാശംസകൾ. ഒറ്റപ്പാലം നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ വിശേഷങ്ങളും നിലപാടുകളും വ്യക്തമാക്കുന്നു. വള്ളുവനാടിന്റെ സാംസ്കാരിക തലസ്ഥാനമായ ഒറ്റപ്പാലം നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ACVയോട് സംസാരിച്ചു. കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ 50% സ്ത്രീകളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജനപ്രതിനിധികളാക്കുന്നതിൻ്റെ ഭാഗമായി ഞാനും ചെയർപേഴ്സണായി. CPM പാർട്ടിയുടെ മെമ്പറും മഹിളാ അസോസിയേഷൻ്റെ ഒറ്റപ്പാലത്തെ വില്ലേജ് സെക്രട്ടറിയുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് 2010 ജനപ്രതിനിധി ആവുന്നതിൻ്റെ ഭാഗമായി സ്ഥാനാർത്ഥിയാവുന്നതും ഇലക്ഷൻ നിൽക്കുന്നതും വിജയിച്ചു വരുന്ന അങ്ങനെ അന്ന് ജനപ്രതിനിധിയായി. തൻ്റെ കാലയളവിലെ വികസന പ്രവർത്തനങ്ങളും വികസന കാഴ്ചപ്പാടുകളെക്കുറിച്ചും എടുത്തു പറഞ്ഞു നഗരസഭാ അധ്യക്ഷ. നമ്മളിവിടെ ഒറ്റപ്പാലം നഗരസഭയുടെ കൗൺസിൽ അധികാരത്തിൽ വന്നതും ആദ്യം നമ്മൾ ഫ്രണ്ട് ഓഫീസ് നമുക്ക് തുറക്കാൻ കഴിഞ്ഞു. ടാക്സ് ഓൺലൈനിൽ അടയ്ക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പെടുത്തി. അതേപോലെ തന്നെ നമുക്ക് വനിതകൾക്ക് വേണ്ടി നമ്മുടെ ഒരു വനിതാ സ്വയം സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി നമ്മളൊരു കേന്ദ്രം പാലപ്പുറത്ത് തുറന്നിട്ട് ബിൽഡിംഗ് പണിതിട്ടുണ്ട്. അത് തുറന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുന്നു. കൂട്ടത്തിൽ നമ്മുടെ ബസ് സ്റ്റാൻഡിലെ ബിൽഡിങ്ങുകൾ നമുക്ക് തുറന്ന ആളുകൾക്ക് കൊടുക്കുകയും കൂട്ടത്തിൽ അതിലെ വരുമാനം നമുക്ക് വന്നുകൊണ്ട് നമ്മുടെ ആ ബിൽഡിങ് കെട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കടം ഉണ്ടായിരുന്നു. KURDFCയുടെ കടങ്ങൾ വീട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മാർക്കറ്റ് കോംപ്ലക്സ് കെട്ടിയതിൻ്റെ കടം നമ്മൾ തീർത്തു. ബസ് സ്റ്റാൻഡ് ബിൽഡിങ്ങിൻ്റെ കടവും നമ്മൾ അടച്ചു കൊണ്ടുവരുന്നു. എല്ലാ വീട്ടുകാർക്കും കുടുംബത്തിനും കുടിവെള്ള കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ബഡ്ജറ്റിൽ തന്നെ നമ്മൾ പൈസ മാറ്റി വെച്ചുകൊണ്ട് പൈപ്പ് ലൈൻ നീട്ടുന്നതിന് വേണ്ടി നമ്മൾ ചെയ്തു. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് 40 ലക്ഷം രൂപ തന്നുകൊണ്ട് 3-ാം വാർഡ് 4-ാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്ത് കുന്നിൻ്റെ മുകളിലേക്കുള്ള അവിടെ പുതിയ ലൈനിട്ട് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് സ്ഥിരം വെള്ളം കിട്ടുന്നതിൻ്റെ ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ആരോഗ്യരംഗത്തേക്ക് നമുക്ക് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ EP-ക്കാർ 1 കോടി രൂപ നൽകിക്കൊണ്ട് അവിടെ പുതിയ ബിൽഡിംഗ് കെട്ടുകയും കീമോതെറാപ്പി കണ്ണ് പരിശോധനയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തന്നു. നമ്മുടെ ഗവൺമെൻറ് 13 കോടി രൂപ തന്നുകൊണ്ട് ആധുനിക സൗകര്യത്തോടു കൂടിയ ബിൽഡിംഗ് അവിടെ പണിയുന്നു. ഇപ്പം നമുക്ക് 4 വെൽനസ് സെൻറ്ററുകൾ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി 3 നമ്മൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്നുകൂടി അടുത്തായിട്ട് തന്നെ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയും. നമ്മുടെ ആയുർവേദ ആസ്പത്രിയിൽ പേ വാർഡ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കണം. അതേപോലെ ആയുർവേദ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നേത്ര ചികിത്സ. അത് നമ്മുടെ ആസ്പത്രിയിൽ അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെയാണ് നാച്ചുറോപ്പതി. നമ്മുടെ കേരളത്തിൽ തന്നെ 2 സെൻറ്ററുകളിലാണ് നാച്ചുറോപ്പതി കിടത്തി ചികിത്സ ഉള്ളൂ. അതിവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ നിന്ന് പോയിട്ടുണ്ട്. വീണ്ടും അത് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതും കൂടി നമ്മൾ തുടങ്ങും. അതേപോലെ വിദ്യാഭ്യാസ രംഗത്തേക്ക് നമുക്ക് നല്ല രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡെഫ് സ്കൂളിലെ മുമ്പത്തെ പോലെയല്ല. ഇപ്പോൾ നമുക്കറിയാം അവിടുത്തെ ഭിന്നശേഷിക്കാരായ കുട്ടികളെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ഒരു പ്രയാസവുമില്ലാതെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അവിടെ വന്ന കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ് ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കിട്ടി അവിടെ നല്ല പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ വനിതാ ദിനത്തിൻ്റെ ഒരു പ്രധാന ഘടകം നമ്മുടെ ശുചിത്വവും മാലിന്യവുമാണ്. അതായത് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ഏറ്റവും പ്രധാനമാണ്. സ്ത്രീകൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹരിതകർമ്മസേന അംഗങ്ങളുടെ വരുമാനം കൂട്ടണം. കൂട്ടത്തിൽ നമ്മുടെ പ്രദേശത്ത് 100% മാലിന്യം നീക്കം ചെയ്യണം. അതിന് നമ്മുടെ വ്യാപാരികൾ, റെസിഡൻഷ്യൽ അസോസിയേഷൻ, അതേപോലെ പ്രദേശത്തെ ആളുകളെ കൂട്ടി യോജിപ്പിച്ച് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മീറ്റിംഗ് നടത്തി. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ഏജൻസിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം
നിരീക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങനെ അവരുടെ പ്രവർത്തനം നിരീക്ഷിക്കുകയും അവരുടെ വരുമാനം കൂട്ടുക എന്നാണ് ലക്ഷ്യം. കൂട്ടത്തിൽ നഗരസഭയ്ക്ക് ബാധ്യത ഇല്ലാത്ത തരത്തിൽ തന്നെ 100% ശുചിത്വം മാലിന്യം ഉറപ്പുവരുത്തണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% സംവരണം ഏർപ്പെടുത്തിയതും നിയമസഭാ പാർലമെന്റ് ഇലക്ഷനുകളിൽ വനിതാ സംവരണം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും കെ ജാനകിദേവി പങ്കുവച്ചു. നമ്മുടെ ജനസംഖ്യയിൽ കൂടുതൽ 50%-ലധികം സ്ത്രീകളാണുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെ പാർലമെൻറ്റിലും അതേപോലെ നിയമസഭയിലും 50% വരണം എന്നാണ് പറയാനുള്ളത്. മഹിളാ അസോസിയേഷൻ്റെ ഒരു സംഘടനയിലെ ആളെന്ന നിലയ്ക്കും അതിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായും എന്തുകൊണ്ടും സ്ത്രീകൾക്ക് 50% എല്ലാ അവസരത്തിലും 50% സ്ത്രീകൾക്ക് ഉയർന്നു വരണം എന്നാണ് പറയാനുള്ളത്. ഒറ്റപ്പാലം നഗരസഭയിൽ തൻ്റെ ഭരണകാലയളവിൽ വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിവെള്ളം എന്നീ മേഖലകളിൽ ഏർപ്പെടുത്തിയ പദ്ധതിയെക്കുറിച്ചും നഗരസഭാ അധ്യക്ഷ വിശദീകരിച്ചു. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുമ്പോഴും സർക്കാരിൽ നിന്നും സഹ കൗൺസിലർമാരിൽ നിന്നും കുടുംബത്തിൽ ലഭിക്കുന്ന പിന്തുണയാണ് ഇതെല്ലാം സാധ്യമാക്കുന്നതെന്നും കെ ജാനകിദേവി കൂട്ടിച്ചേർത്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ള ആളും പ്രത്യേകിച്ച് നമ്മുടെ മുൻ MP-യും അതേപോലെ തന്നെ ഒറ്റപ്പാലത്തെ ഒരു നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകനും എല്ലാം എന്ന നിലയ്ക്കും പിന്നെ കേരള ഗവൺമെൻറ് CPM തന്നെ ഭരിക്കുന്നതും എന്തുകൊണ്ടും നമുക്ക് ഒറ്റപ്പാലം നഗരസഭയ്ക്ക് നല്ല സപ്പോർട്ടാണുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ സപ്പോർട്ടും നല്ല രീതിയിൽ തന്നെയുണ്ട്. കേടം വലം പറഞ്ഞ പോലെ നമ്മുടെ കുടുംബവും ആവട്ടെ നമ്മുടെ നഗരസഭയിലെ നമ്മുടെ കൗൺസിലർമാരും നമ്മളോടൊപ്പം ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും.